ഹലോ ഗൈസ്, നമ്മൾ ബീഫ് ഒരു ഒഴിച്ച് കറിയായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത്തിരി ചാറൊക്കെ ആയിട്ടുള്ള ബീഫ്. അപ്പോൾ നമ്മൾ ബീഫ് ആദ്യം കഴുകി കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചു. അതിനുശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകം ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റ് ആക്കിയതോ നമുക്ക് ഇടാം കേട്ടോ. അത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ബീഫിലിട്ടെന്ന് വെച്ചാൽ നല്ല രസമായിരിക്കും കേട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് സബോള അരിഞ്ഞിട്ട് ഇടുക. അത് വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് കുറച്ച് നേരം വഴറ്റിക്കൊണ്ടിരിക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് തക്കാളി ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ട് കളറൊക്കെ മാറട്ടെ. കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടുക. അതേപോലെ തന്നെ മല്ലിപ്പൊടി, ഗരം മസാല, ഇതൊക്കെ നമ്മുടെ ഒരു ആവശ്യത്തിന് ബീഫ് എടുക്കുന്നതിന് അനുസരിച്ച് തന്നെ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് നമുക്ക് ഇതിന്ന് മസാല മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ആ പൊടികളൊക്കെ വഴന്ന് പച്ചമണമൊക്കെ മാറിക്കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞിട്ട് വെച്ചാൽ ഇതിന്ന് കുറച്ച് മിശ്രിതം എടുത്തിട്ട് നമ്മൾ വേറെ പ്ലേറ്റിൽ മാറ്റി വയ്ക്കുകയാണ്. അത് നമുക്ക് അരച്ചിട്ട് കുറച്ച് ചാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചുള്ള ബീഫ് ഇതിലേക്ക് കൊട്ടി നന്നായിട്ട് ഇളക്കുക. അതിൽ പൊടികളും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കട്ടെ. അതുവരേക്കും നമുക്കത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് പോയിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച അരപ്പ് ഒഴിച്ച് നന്നായിട്ട് അരച്ചു വരിക. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ പിടിച്ചിട്ട് കണ്ടില്ലേ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ നമുക്ക് കുറച്ച് അത് നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല ബീഫ് അടിപൊളിയായിട്ട് കിട്ടും. പക്ഷേ നമ്മളിവിടെ കുറച്ച് ചാറിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ച ഈ അരപ്പ് നമ്മളതിലേക്ക് ഒഴിക്കുന്നു. കുറച്ച് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ ഒഴിക്കുന്നു. നന്നായിട്ട് വേവിക്കുക കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട്. അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടി, മല്ലിയില, അതേപോലെ തന്നെ കറിവേപ്പില ഇതൊക്കെ ലാസ്റ്റ് ഇട്ടോ. ഏകദേശം വെന്ത് റെഡിയാവുന്ന സമയത്ത് ആക്കി കഴിഞ്ഞാൽ അടിപൊളി ബീഫ് കറിയാണ് റെഡി ആയിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ.